കാസർഗോഡ് നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണ പരമ്പര. 5 സ്ഥാപനങ്ങൾക്കാരെ മോഷ്ടാക്കൾ പണം കവർന്നതിനൊപ്പം ജ്യൂസും കുടിച്ച് പുതിയ ചെരുപ്പും ബാഗുമെല്ലാം മാറ്റിയെടുത്താണ് കടന്നുകളഞ്ഞത്. രണ്ടംഗ മോഷണ സംഘത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ 5 വ്യാപാര സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി രണ്ടംഗ മോഷണ സംഘം കയറിയത്. ആശ്വാസ് മെഡിക്കൽസിൽ കയറി തപ്പി 2500 രൂപ എടുത്ത ശേഷം മടങ്ങുമ്പോൾ കണ്ട മൊബൈൽ ഫോണും കൈക്കലാക്കി. നേരെ റോഡിന് എതിർവശത്തുള്ള മാംഗ്ലൂർ മിനി മാർട്ടിലേക്ക് ചില്ലറ നോട്ടുകളെല്ലാമായി ഉണ്ടായിരുന്ന 5000 രൂപ അടിച്ചു മാറ്റി. പിന്നെ ക്ഷീണം തീർക്കാൻ 2 ജ്യൂസ് എടുത്ത് കുടിച്ചു. ജ്യൂസ് കുടിച്ച 2 5000 പൈസ ഉണ്ടായി. ക്യാഷ് 10, 20, 5 അങ്ങനെ ഉണ്ടായി. പൂട്ടുപൊളിച്ച് വിന്നർ ഫുട്വെയറിലെത്തിയപ്പോൾ പണമൊന്നും കിട്ടിയില്ല. ഒന്നും എടുക്കാതെ പോകുന്നത് എങ്ങനെ? കയ്യിലുണ്ടായിരുന്ന സഞ്ചി മാറ്റി പുതിയ ബാഗ് എടുത്തു. പഴകിയ ചെരുപ്പ് അവിടെ ഉപേക്ഷിച്ച് ഒരു ജോഡി ചെരുപ്പും എടുത്തു. ഒരു ബാഗ് പോയിട്ടുണ്ട്, വേറെ ഒന്നും പോയതായിട്ട് കാണുന്നു. ക്യാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെരുപ്പൊന്ന് ഒരു ജോഡി നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ട്രാഫിക് ജംഗ്ഷനിലെ സാൽക്കോ ബസാർ ടെക്സ്റ്റൈൽസിലെത്തി ആകെ ഉണ്ടായിരുന്ന 1000 രൂപ എണ്ണിപ്പെറുക്കിയെടുത്തു. പഴയ ബസ് സ്റ്റാൻഡിലെ താഹിറ മെഡിക്കൽസിൽ കയറിയെങ്കിലും കാര്യമായൊന്നും തടഞ്ഞില്ല. നഗരത്തിന്റെ പ്രധാന ഭാഗത്ത് തെരുവ് വിളക്ക് പോലും നഗരസഭ സ്ഥാപിക്കാത്തതാണ് കള്ളന്മാർ ഇങ്ങനെ ധൈര്യത്തിൽ ഇറങ്ങി നടക്കാൻ കാരണമെന്നാണ് വ്യാപാരികളുടെ പരാതി. ഒരു വെളിച്ചത്തിൻ്റെ പ്രശ്നമുള്ളത് രാത്രി 7 മണി കഴിഞ്ഞാൽ ലൈറ്റെല്ലാം ഇട്ട് ഷോപ്പൊക്കെ ബന്ധാക്കിയിട്ട് പോകുന്നുള്ള ഇവിടെ ആൾക്കാർ. ചെയർമാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നത്, മുന്നത്തെ ചെയർമാൻ മുനീർ ഉണ്ടാകുമ്പോഴേക്ക് സ്പെഷ്യലായിട്ട് ഇവിടെ ലൈറ്റ് കണക്ഷൻ രാത്രി 7 മണിയാകുമ്പോൾ ലൈറ്റ് നമുക്ക് തന്നുകൊണ്ടായിരുന്നു. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മുഖം മറക്കാതെ കൂളായി എത്തിയ കള്ളന്മാരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. കൈരളി ന്യൂസ്, കാസർഗോഡ്.